ഇടയ്ക്കിടയ്ക്ക് കൂർക്കം വലിക്കുന്നത്. ഇപ്പം ചിലർ പറയാറുണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചുറങ്ങുന്നവര്, ചിലർ ചിലപ്പോൾ മദ്യപാനം എന്തെങ്കിലും ആൽക്കോൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുത്താൽ കൂടുതൽ കൂർക്കം വലിയുണ്ടെന്ന്. അതൊക്കെ യൂഷ്വലി നമ്മൾ ഒക്കേഷണൽ സ്നോറിങ്, അതൊക്കെ ഒക്കേഷണൽ സ്നോറിങ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മളൊരു എക്സസൈസ് ചെയ്ത് ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ രണ്ടെണ്ണം വിട്ടിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ഒരു സ്നോറിങ് ഉണ്ടാവും. അത് നമ്മുടെ അതൊരു പ്രശ്നമാണ് നിബി. അതായത് അതും ഒരു പ്രശ്നമുണ്ട്. ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ അത് നമ്മുടെ മസിൽസ് ഒക്കെ കൂടുതൽ റിലാക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു സ്നോറിങ് ഉണ്ടാവും. അപ്പൊ നമ്മളും സ്നോർ ചെയ്യാറില്ലേ? ഞാൻ മദ്യം കഴിക്കാത്ത ഒരാളാണെങ്കിൽ ഞാൻ രണ്ടെണ്ണം അടിക്കുന്ന ദിവസം ഞാൻ വന്ന് കൂർക്കം വലിക്കുന്നു. അപ്പോൾ വൈഫിന് തന്നെ സുഖമായിട്ട് പിടിക്കാൻ പറ്റും. അതും പേഷ്യൻസ് പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ആകെ പ്രശ്നം ശബ്ദമൊന്നുമല്ല, ഞാൻ അടിക്കുന്ന ദിവസം വൈഫ് തന്നെ പിടിക്കും, കാരണം ഞാൻ രാത്രി കൂർക്കം വലിക്കുന്നു. അതും പ്രശ്നമാണ്. അപ്പോൾ അല്ല, പിന്നെ ഈ കൂർക്കം വലിയ വല്ലാണ്ട് നോർമലൈസ് ചെയ്ത്, അല്ലാതെ ഈ ചിലർ വരാറുണ്ട് വെറുതെ നമ്മളിപ്പം ഒരു ജലദോഷം തുമ്മല് പോലെ, സാർ ഡോക്ടറെ കൂർക്കം വലി ഉണ്ട്, എന്തെങ്കിലും മരുന്ന് എഴുതി തരുമോ, എന്തെങ്കിലും മരുന്നുണ്ടോ, അങ്ങനെ കുറേ പേര് വരാറുണ്ട്. സാറിന് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കാരണം അത് എനിക്ക് തോന്നുന്നു അതിപ്പം നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആൾക്കാർക്ക് അറിവില്ലായിട്ടാണ്. അവർ വിചാരിക്കണത് ഇത്രയും ഈ ഒരു പ്രശ്നത്തിന് ചെറിയൊരു ഗുളിക കഴിച്ചാൽ, ഇത്ര കാലം ഒരു ഗുളിക കഴിച്ചാൽ ഇത് പ്രഷറോ ഷുഗറൊക്കെ പോലെ കുറയുമായിരിക്കുന്നു. അത് ശരിക്കും തെറ്റായ കോൺസെപ്റ്റ് അല്ലേ? അതായത് ഒരു മരുന്ന് ഇത്ര ദിവസം കഴിച്ചുകൊണ്ട് കൂർക്കം വലി മാറില്ല. അവിടെയാണ് നമുക്ക് പലപ്പോഴും ഈ പേഷ്യൻസ് പലരും ഈ ഒരു ഇനീഷ്യലി ഇൻട്രസ്റ്റോടെ വരും കൂർക്കം വലി ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർ അവസാനം ഇത്രയും ഒരു സ്റ്റെപ്പ് കാണുമ്പോഴേ, അതായത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരൊന്ന് പിന്നോട്ട് നിൽക്കും.